ഗൈസ്, വരൂ നമുക്കല്പം കുത്തിത്തിരിപ്പ് വർത്താനം പറയാം. ഇത് കുത്തിത്തിരിപ്പൊന്നുമല്ല, ഒരുത്തിയുടെ കുത്തിക്കഴപ്പിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ശിവനെ, ഞാൻ ഇന്നലെ ഉറങ്ങിയിട്ടില്ല. ഇത് എന്തുവാ ഈ കാണുന്നേന്നുള്ളതായിരുന്നു. എന്താന്നല്ലേ, കാണാം, വരൂ. പള്ളി, എന്തുവാ ഇത്? അസാധ്യ മെയ്വഴക്കമുള്ള ഒരമ്മയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മെയ്വഴക്കം കൂടി കൂടി വല്ലതും ആകാതിരുന്ന നല്ലത്. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു പ്രശ്നം, ഒരു സ്റ്റെപ്പിൽ നിന്ന് മറ്റൊരു സ്റ്റെപ്പിലേക്ക് കയറിയ അപ്പ കേൾക്കുമായിരുന്നു, ഇനി സ്റ്റെപ്പ് കയറും, വയറ്റിലുള്ളതങ്ങ് പോട്ടെ, ഓനയാ കെയറിങ് എന്ന് പറഞ്ഞാൽ എൻ്റെ ശിവനെ ഞാൻ ഓർക്കുമായിരുന്നു. ഇതിപ്പോൾ എനിക്കാണോ പ്രിയോറിറ്റി, അതേ വയറ്റിൽ കിടക്കുന്ന കൊച്ചിനാണോ പ്രിയോറിറ്റി? അനങ്ങിയാ കുറ്റം, നിന്നാ കുറ്റം, നടന്നാ കുറ്റം, പാടില്ല. നോ 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 5 മാസം വരെ ഇതായിരുന്നു പരിപാടി. 5 മാസം വരെ പിന്നെ ചാർത്തിലും ബഹളമൊക്കെയാണ്. എന്നാലും അനങ്ങിയാ കൊച്ചു പോകും എന്ന് പേടിപ്പിക്കുമായിരുന്നു. അത് പോട്ടെ. അങ്ങനെ ഫൈനലി ഒരു 5 മാസം കഴിഞ്ഞു. 6ാമത്തെ മാസം. അപ്പോൾ ഒരു ചൂലൊക്കെ തരും, മിറ്റമൊക്കെ ഒന്ന് അടിക്കാൻ പറയും, ഒന്ന് ആഞ്ഞടഞ്ഞ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ പറയും, നടക്കാൻ പറയും. ഇതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഇമ്മാതിരി പരിപാടി. ഇതിൻ്റെ താഴെ വന്ന കുറേ കമൻസ് ഉണ്ട് കേട്ടോ. ഞാൻ കമൻസ് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. അത്യാവശ്യം പണ്ഡിതന്മാരെല്ലാം കമൻറ്റ് ബോക്സിലാണ് ഉള്ളത്. അപ്പം നമുക്ക് കമൻറ്റ് ബോക്സിലോട്ട് പോവാം. എന്താണ് ഈ കാണിക്കണേന്നുള്ളതാണ്. കണ്ടിട്ട് ചങ്കിടിച്ചിട്ട് പാടില്ല കേട്ടോ. ഇതിൻ്റെ കോലവും ഇതിൻ്റെ ബഹളവും ഒക്കെ 1-2 ആസനമൊക്കെ ഓക്കെ, പക്ഷേ വളഞ്ഞ കുത്തി ഇങ്ങനെ കഴുത്തൊക്കെ മേളിലോട്ടുണ്ടെന്ന് ഇങ്ങനെ അങ്ങനത്തെയൊക്കെ കാണുമ്പോഴത്തേക്ക് സത്യത്തിൽ സമ്മതിക്കണം. ഇത് പ്രസവിച്ചോ ഇല്ലയോ എന്ന് എനിക്ക് അറിയാൻ വയ്യ. എന്തോ കമൻറ്റാണ്. കമൻസിലേക്ക് പോകാം, വരൂ. പ്രഗ്നൻ്റ് ആയാൽ ഡെലിവറി വരെ ഫുൾ റെസ്റ്റ് ആയിരിക്കുന്ന ഇന്നത്തെ കാലത്ത് ഇത് കാണുമ്പോൾ പേടിയാകുന്നു. ഓരോ സീനും നെഞ്ചിടിപ്പോട് കൂടിയാണ് കണ്ടിരുന്നത്. അത് സത്യമാണ്. ഈ ഇങ്ങനെ കൈകുത്തി നിന്നിട്ടുള്ളൊരു പരിപാടിയിൽ ബൈ മിസ്റ്റേക്ക് കൈ ഒന്ന് സ്ലിപ്പായി എന്ന് വെക്കുക, വയറ് നേരെ കൊണ്ടുവന്ന് ഇടിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്നാണ്? വയറ്റിനുള്ളിൽ കിടക്കുന്ന ആ ചെറിയ ഒരു ജീവൻ, അതിന് എന്തോരം ഡാമേജ് ഉണ്ടാവുമെന്ന് അറിയാമോ? നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഗർഭാവസ്ഥയിൽ പെണ്ണുങ്ങളോട് കെയർ ചെയ്യാൻ പറയുന്നത്? ചെറിയ തട്ടുമുട്ടൽ പോലും, ചെറിയ രീതിയിലുള്ള ഡാമേജ് പോലും കുട്ടികൾക്ക് ഇല്ലാത്ത പ്രോബ്ലം ഉണ്ട്. ആജീവാനന്ദം അതുങ്ങളെ വിഷമിക്കേണ്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കും. അല്ലാണ്ട് നമുക്ക് ഇതിനെക്കാട്ടിയും വലിയ സർക്കസൊക്കെ നമുക്ക് കാണിക്കാൻ അറിഞ്ഞുകൂടാനിട്ടല്ലോ. ഇത് ഓവറൊന്നല്ല, ഓവർ എന്നാണ് വേണ്ട. കാണാൻ തന്നെ പേടിയാകുന്നു. ഒന്ന് അങ്ങോട്ടോ ഒന്നിങ്ങോട്ടോ മലർന്ന് ചെരിഞ്ഞ് കിടന്നാൽ ചീത്ത പറയുന്ന എൻ്റെ ഉമ്മച്ചി. സത്യം. ഉറങ്ങാൻ നേരത്ത് പോലും ഈ ഒരു പ്രഗ്നൻസി സ്റ്റേജ് 6 മാസത്തിന് ശേഷം വയറൊന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കെയറിങ്ങിൻ്റെ ബഹളമാണ്. വയറുള്ളത് കൊണ്ട് തന്നെ നടക്കാൻ പേടി, അതിൽ തട്ടുമോ ഇതിൽ തട്ടുമോ. ഈ ഒരു അമ്മയാവുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസാണ്. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ 4-40 കേൾക്കേണ്ടി വരും. നമ്മൾ മാത്രം ചിന്തിക്കുന്നതല്ല, ഇത് പറയാൻ തന്നെ ഒരു ടീം ഇങ്ങനെ ഇറങ്ങിയിരിക്കും. അങ്ങനെ പാടില്ല, ഇത് തിന്നാൻ പാടില്ല, അത് നോക്കാൻ പാടില്ല, അങ്ങോട്ട് പോകാം, ഇതൊക്കെ പറയും. അത് ചെല്ലാൻ ഒരു പരുവം കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതൊക്കെ എന്തുകൊണ്ടാണ്. ഈ ചേച്ചിക്ക് കുത്തിക്കഴപ്പല്ല, ഇതിൻ്റെ മേളിൽ എന്തരാണ്, എങ്ങനെ ധൈര്യം വന്നാൽ എന്തോ എനിക്കറിയില്ല. ചിലപ്പോൾ ഇത് യോഗാസനം നല്ലതായിരിക്കും അല്ലേ? എന്തായാലും കമൻസ് മുഴുക ചേരിക്ക് കൊടുത്തിട്ടുണ്ട്. കുഞ്ഞ് കടന്ന് കരയുന്നത് ഷാനവാസിൻ്റെ കമൻറ്റാണ്. കുഞ്ഞ് എന്നെ ഒന്ന് രക്ഷപ്പെടുത്തൂ എന്ന് നിലവിളിക്കുന്നത്. സത്യം, അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ അവസ്ഥ പാവം. വളകാപ്പും വയറ് കാട്ടിയുള്ള ഫോട്ടോഷൂട്ടും ട്രെൻഡാക്കിയ പോലെ നമ്മുടെ ഗർഭിണി യൂട്യൂബേഴ്സും ഇതുപോലെ ട്രെൻഡാക്കി നോക്കട്ടെ. ദിസ് ഈസ് ദ പോയിന്റ്. ഷബീന ഇട്ട കമൻ്റാണ്. ഇത് ട്രെൻഡാക്കാനായിട്ട് നിർദ്ദേശിക്കുന്ന എൻ്റെ പൊന്നുമോളെ, ഇത് കോപ്പി അടിച്ചാലുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ? ഇത് ഓക്കെ, ഈ പെണ്ണ് കാണിക്കുന്നത് ഓക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇതൊന്ന് കോപ്പി അടിക്കാൻ ചെയ്താലുള്ള അവസ്ഥ എന്ന് ആലോചിക്കുകയാണ്. അപ്പോൾ സുഖപ്രസവമായിരിക്കും എന്നതിനോട് യോജിക്കുന്നില്ല. എല്ലാവരുടെയും ആരോഗ്യം ഒരുപോലെയല്ല. കുത്തിമറിയുമ്പോൾ ഫ്ലൂയിഡ് പൊട്ടിപ്പോകില്ലേ? നോർമൽ ജോലികൾ എല്ലാം ചെയ്തിരുന്ന ഞാൻ ഫ്ലൂയിഡ് പൊട്ടിയത് ഒന്ന് തറയിൽ വെള്ളം തുടച്ച് കളയാനിരുന്നതാ. കാണുമ്പോഴേ കഷ്ടം തോന്നുന്നു. ഇത് എങ്ങനെയാണോ എന്തോ, കണ്ടിട്ട് പേടിയാവണമെന്നോ. ആ വയറ്റ് കിടക്കുന്ന കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ലേ? ഈ തലകുത്തി മറിഞ്ഞൊക്കെ നിൽക്കുന്നത് എനിക്കറിയില്ല. ആ കുഞ്ഞിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരിക്കുമെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. ഇതിനൊക്കെ എന്ത് പ്രോബ്ലം തന്നെ, കഷ്ടം. ഇപ്പോഴാണ് ശരിക്കുള്ള വയറ് കാണൽ ആയത്.
കമൻസ് പണ്ഡിതന്മാർ അവിടെയാണല്ലോ ഉണ്ടാവാറ്. പണ്ഡിത ശിരോമണികൾ ഇരിക്കുന്ന സ്ഥലം കമൻറ്റ് ബോക്സാണ്. അവിടെ നമുക്കൊന്നും പറയാനൊക്കത്തില്ല, കേട്ടോണ്ടിരിക്കുക എന്നുള്ളതാണ്. എനിവേ, നമുക്ക് ഈ ഒരു വിഷയത്തിനെ പറ്റി ആധികാരികമായി നമ്മുടെ ജെമിനി ചേച്ചിയോട് വല്ലതും ചോദിക്കാം. എവിടെ ജെമിനി? വരൂ ജെമിനി, ജെമിനിയോട് കാര്യം ചോദിക്കട്ടെ. ഹലോ ജെമിനി, ഇങ്ങനെ ഒരു ഗർഭിണി തലകുത്തി മറിയുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തലകുത്തി മറിഞ്ഞ് യോഗ പോലുള്ള ആസനങ്ങളൊക്കെ കാണിക്കാൻ പറ്റുന്ന ഒരു സമയമാണോ ഗർഭാവസ്ഥ? പറയാമോ? ജെമിനി എന്തു പറയണം നോക്കട്ടെ. ജെമിനിക്ക് എന്തോ പറയാനുണ്ട്. ഗർഭാവസ്ഥയിൽ തലകുത്തി മറിയുന്നതും ശീർഷാസനം പോലെയുള്ള ഇൻവേർഷൻസ്, കഠിനമായ ബാലൻസിങ് ആസനങ്ങൾ ചെയ്യുന്നതും ഒട്ടും സുരക്ഷിതമല്ല എന്നാണ് ആരോഗ്യ വിദഗ്ധരും യോഗ അധ്യാപകരും ഒരുപോലെ അഭിപ്രായപ്പെടുന്നത്. ഗർഭകാലം ശരീരത്തിന് വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ്. അതിനാൽ ഈ സമയത്ത് ഇത്തരം വ്യായാമങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പ്രധാന കാരണങ്ങൾ താഴെ പറയുന്നവയാണ്. എന്തുകൊണ്ടാണ് തലകുത്തി മറിയുന്നത് അപകടകരമാണ്? ശരീരത്തിന്റെ ബാലൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യത വെരി ബിഗിനിങ് നമ്മൾ ആദ്യമേ പറഞ്ഞില്ലേ, അത് സത്യമാണ്. ഗർഭാവസ്ഥയിൽ വയർ വലുതാകുമ്പോൾ ശരീരത്തിന്റെ ഗുരുത്വാകർഷണ കേന്ദ്രം, സെന്റർ ഓഫ് ഗ്രാവിറ്റി മാറുന്നു. ഇത് പെട്ടെന്ന് ബാലൻസ് തെറ്റി താഴെ വീഴാൻ ഇടയാക്കും. വീഴ്ചകൾ വയറിന് ആഘാതമുണ്ടാക്കും. സത്യം. കുഞ്ഞിന് അപകടമുണ്ടാക്കാനും കാരണമാകും. രക്തസമ്മർദ്ദത്തിലെ വ്യതിയാനങ്ങൾ തലകീഴായി നിൽക്കുമ്പോൾ തലച്ചോറിലേക്കും ഹൃദയത്തിലേക്കുമുള്ള രക്തയോട്ടത്തിന് പെട്ടെന്ന് മാറ്റങ്ങൾ വരികയും തലകറക്കമോ ബോധക്ഷയമോ അനുഭവപ്പെടുകയും ചെയ്യാം. ജോയിന്റുകൾ ഉണ്ടാകുന്ന അയവ്, ഗർഭകാലത്ത് ശരീരത്തിൽ റിലാക്സിംഗ് എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇത് സന്ധികളുടെയും സ്നാക്കുകളുടെയും ലിഗമെന്റ് അയവുള്ളതാക്കുന്നു. ഈ സമയത്ത് കഠിനമായ ആസനങ്ങൾ ചെയ്യുന്നത് സന്ധികൾക്ക് പരിക്കേൽക്കാൻ ഇടയാകും. സർവ്വസന്ധി നാഡി ഞരമ്പുകളെല്ലാം വലിച്ച് മുറുകി കീറി ഇട്ടാണ് ഈ കുഞ്ഞ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ഇതൊക്കെ ഡാമേജും കൂടെ അയാളുടെ അവസ്ഥ ആലോചിക്കാനും. ഗർഭപാത്രത്തിന് മേലുള്ള സമ്മർദ്ദം, ചില തലകീഴായ പൊസിഷനുകൾ ഗർഭപാത്രത്തിലേക്കുള്ള രക്തയോട്ടത്തെ ബാധിക്കാനും സാധ്യതയുണ്ട്. ഒന്നും പറയാനില്ല. ചെറിയ സ്ട്രെച്ചിങ് ഒക്കെ കുഴപ്പമില്ല, മിതമായ നടത്തം ഓക്കെയാണ്. എങ്ങനെയാണെങ്കിലും ഒരു നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ ഇത് കൺസൾട്ട് ചെയ്തതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള ഗുസ്തികൾ കാണിക്കാൻ പാടുള്ളൂ എന്നാണ് ജെമിനി പറയുന്നത്. ഒരു സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനം പരിഭ്രമിക്കാതെ സമചിത്തതയോടെ പ്രവർത്തിക്കുക എന്നതാണ്. അടിയന്തരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. പറഞ്ഞോ. 1. അടിയന്തരമായി ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആക്ഷൻസ്. പെട്ടെന്ന് ബഹളം വെക്കരുത്. പെട്ടെന്ന് നിലവിളിക്കുകയോ ഭയപ്പെടുത്തുകയോ ചെയ്താൽ ആ പെൺകുട്ടി ഞെട്ടി വീഴാൻ സാധ്യതയുണ്ട്. ശ്രദ്ധ തിരിക്കുക, ഡിസ്ട്രാക്ട്. വളരെ ശാന്തമായി സൗമ്യമായ ശബ്ദത്തിൽ സംസാരിച്ച് അവരുടെ ശ്രദ്ധ മാറ്റി. ഞാൻ ജെമിനിയോട് ചോദിച്ചതിന് ജെമിനി ഉത്തരം പറയുന്നതാണ് എന്ത് ചെയ്യാൻ പറ്റൂ എന്നുള്ളത്. എൻ്റെ പൊട്ട ജെമിനി, ഞാൻ ആ പെണ്ണിനെ കണ്ടത് യൂട്യൂബിൽ കൂടെയാണ്. നീ അതിന് മറുപടി പറ. യൂട്യൂബ് വീഡിയോയിലാണ് കണ്ടത് എന്ന് നേരത്തെ പറയാഞ്ഞതാണോ? പറയാൻ പറ്റും. ഞാൻ കരുതി നിങ്ങളുടെ മുന്നിൽ നേരിട്ട് നടന്ന സംഭവമാണെന്ന്. അല്ല. യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണെങ്കിൽ അതിൽ നിങ്ങൾ അനാവശ്യമായി വ്യാകുലപ്പെടേണ്ടതില്ല. അതിനു പിന്നിൽ താഴെ പറയുന്ന കാരണങ്ങൾ ഉണ്ടാകാം. 1. അത് പ്രാങ്ക് അല്ലെങ്കിൽ പ്രോപ്പ്, ഫേക്ക് ബെല്ലി ആകാം. യൂട്യൂബിലെ ഭൂരിഭാഗം വീഡിയോകളും വ്യൂസ് ലൈക്കിനും വേണ്ടി ഉണ്ടാക്കുന്നവയാണ്. വയറ്റിൽ ഫേക്ക് ബെല്ലി, ഫേക്ക് പ്രഗ്നന്റ് ബെല്ലി വെച്ച് ആളുകളെ പറ്റിക്കാൻ ചെയ്യുന്ന പ്രാങ്ക്, എന്റർടൈൻമെന്റ് വീഡിയോസ് ആകാം അത്. അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ്, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്ത വീഡിയോകളാകാം. 2. ഇതൊക്കെ മനസ്സിലായി. അങ്ങനെ ഒരു സാധനം പബ്ലിക്കിൽ ഇടുന്നത് തെറ്റല്ലേ ജെമിനി? അത് ആരെങ്കിലും അനുകരിക്കാൻ സാധ്യതയില്ലേ? അത് തെറ്റല്ലേ? അതിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറ. നിങ്ങൾ പറയുന്നത് 100% ശരിയാണ്. തീർത്തും ലജ്ജാകരവും അപകടകരവുമായ കാര്യമാണിത്. വ്യൂസിനും ഫോളോവേഴ്സിനും വേണ്ടി ഇത്തരം ജീവന് തന്നെ ഭീഷണിയാകുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് വലിയ തെറ്റാണ്. ഇത് കാണുന്ന മറ്റാരെങ്കിലും, പ്രത്യേകിച്ച് വിവരക്കേട് കൊണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ ട്രെൻഡാണെന്ന് കരുതിയോ അനുകരിക്കാൻ ശ്രമിച്ചാൽ ഒരു കുഞ്ഞിന്റെയോ അമ്മയുടെയോ ജീവൻ തന്നെ അപകടത്തിലാകും. സോഷ്യൽ മീഡിയയിലെ ഇത്തരം തെറ്റായ പ്രവണതകൾക്കെതിരെ സാധാരണക്കാരായ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഇവയാണ്. 1. പ്ലാറ്റ്ഫോമിൽ റിപ്പോർട്ട് ചെയ്യുക. ഏറ്റവും പ്രധാനം. യൂട്യൂബ് ഉൾപ്പെടെയുള്ള എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കും കൃത്യമായ കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഉണ്ട്. ആളുകളുടെ ജീവന് അപകടമുണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് ഇതിനെതിരാണ്. വീഡിയോയ്ക്ക് താഴെയുള്ള 3 dots ഓഫ് അല്ലെങ്കിൽ ഷെയർ ബട്ടൺ അടുത്തുള്ള റിപ്പോർട്ട് ബൈ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക. റീസൺ ചോദിക്കുമ്പോൾ ഹാംഫുൾ ഓർ ഡേഞ്ചറസ് ആക്ട്സ്, അപകടകരമായ പ്രവൃത്തികൾ അല്ലെങ്കിൽ മിസ് ഇൻഫോർമേഷൻ എന്നത് തിരഞ്ഞെടുക്കുക. ധാരാളം ആളുകൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതം ആ വീഡിയോ നീക്കം ചെയ്യുകയോ ടേക്ക് ഡൗൺ, അതിന് വയസ്സ് പരിധി, ഏജ് റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്തുകയോ ചെയ്യും. 2. വീഡിയോ കണ്ടന്റ് പ്രൊമോട്ട് ചെയ്യാതിരിക്കുക. നമ്മൾ ദേഷ്യം കൊണ്ടോ വിമർശിക്കാനോ വേണ്ടി
ആ വീഡിയോയിൽ പോയി കമന്റ് ചെയ്യുകയോ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയോ ചെയ്താൽ അൽഗോരിതം കരുതുക അതിന് ആളുകൾക്കിടയിൽ വലിയ റീച്ച് ഉണ്ടെന്നാണ്. കോമന്റ് ചെയ്യരുത്. വിമർശിക്കുന്ന കമന്റുകൾ പോലും വീഡിയോയുടെ റീച്ച് കൂട്ടും. വാച്ച് ടൈം കൊടുക്കരുത്. വീഡിയോ പൂർണ്ണമായി കാണാതെ ഉടൻ തന്നെ തള്ളിക്കളയുക. സ്കിപ്പ്, ഡിസ്ലൈക്ക്. അതെ, സൂപ്പർ ഐഡിയ ആണ് ജമിനി പറഞ്ഞത്. ഞാൻ എന്തുകൊണ്ടാണ് ജമിനിയെ കൊണ്ട് ഇത് പറയിച്ചതെന്നറിയാം. ഇതൊക്കെ ഞാൻ പറഞ്ഞ ഉടനെ നാളെ രാവിലെ വേണ്ട, ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ കോന്ത്രാമാരെ അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് ഇമ്രാന്മാരെല്ലാവരും കൂടെ അങ്ങോട്ട് തുടങ്ങും. അവസ്ഥ, ഒരു പെൺകുട്ടിക്ക് അവളുടെ വയറ് വെച്ചിട്ട് യോഗാസനം ചെയ്യാൻ പോലും ഈ ഷെബീന ബീബി സമ്മതിക്കുന്നില്ല. വേറൊരെണ്ണമുണ്ട്, പ്ലക്കമ്മ പറയാൻ പോകുന്നതാണ്. ഷെഫീന ബീബി എന്ന് പറയുന്ന സാമൂഹിക വിപത്ത് ഒരു പെൺകുട്ടിയുടെ വയറിന്മേൽ ഞാണ് കളിക്കുകയാണ്. അവൾ കാരണം ആ പെൺകുട്ടിയുടെ കുട്ടി അല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ സാമൂഹിക വിപത്തിനെ ഈ രാജ്യത്ത് നിന്ന് തന്നെ പായിക്കണം. ഇത് സുനാക്കൂക്കി ഉടനെ എടുത്തോണ്ട് പറയണം. ഞാൻ അവൾക്കെതിരെ പെറ്റീഷൻ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അവളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ട്. നാളെ രാവിലെ തന്നെ ഷെഫീന ബീബി എന്ന് പറയുന്ന സാമൂഹിക വിപത്തിനെ ഈ നാട്ടിൽ നിന്ന് പായിച്ചോളൂ. ഡോണ്ട് വറി. അടുത്ത JB TV ആണ്. കണ്ണാടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പുള്ളി വന്നിരുന്നത്. നമ്മുടെ വീട്ടിൽ നടക്കുന്ന ആധികാരിക കൊണയെപ്പറ്റി നമ്മൾ പുറത്തു പറയില്ല എങ്കിൽ പോലും ഷെഫീന ബീബി പറയുന്ന കാര്യങ്ങളെയൊക്കെ നമ്മൾ ആധികാരികമായി എടുത്തു വെച്ച് കൊണ പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ ഷെഫീന ബീബിയിൽ ഈ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യാൻ പറ്റുള്ളൂ. ഷെഫീന ബീബിക്കെതിരെ ഒരുപാട് ശത്രുക്കളുണ്ട്. അവരെല്ലാവരും വന്ന് എൻ്റെ ഫാനാകുകയും എനിക്ക് ഒരുപാട് വ്യൂ കിട്ടുകയും ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെയും വേണ്ടാത്തടത്തും ഒക്കെ അവളുടെ ഫോട്ടോ വെച്ച് എനിക്കങ്ങോട്ട് മതിക്കണം. അടുത്ത് പിന്നെ പറയാൻ പാടുണ്ടോ? ചൊക്ലാച്ചി ഒക്കെ എടുത്തു വെച്ചിട്ട് പറയും, ഷെബീന ബീബി നീ എന്താണ് ഈ പറയുന്നത്? ഈ നാട്ടിൽ ഇതൊന്നും നടക്കാത്തതാണോ? ആ തലകുത്തി നിന്ന നിനക്കെന്താടി പ്രശ്നം? അവളുടെ വയറ്റിലുള്ള കുട്ടി, അവളുടെ വട്ടി, അവളുടെ വയറ്. നീ ആരാടി ഇതൊക്കെ ചോദ്യം ചെയ്യാൻ? തെറ്റിക്കണ്ട, ഇത് തെറിയാണ്. വേറൊരു കോമഡി എന്താണെന്ന് അറിയാമോ? ഈ ശകലമായ തെറി എന്നെ വിളിച്ചിട്ട് അവസാനം ഒരു പേര് തെറി താത്താന്ന്. എൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയാണ് കേസ്. ഞാനിതൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് പാസ് ചെയ്തതാണ്. ഞാനിതിൻ്റെ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം. 4.2 lakhs വ്യൂ പോയിട്ടുണ്ട്. 1000K, അതായത് 1K അത്രയും തന്നെ കമൻസ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഞെട്ടി അന്തം വിട്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങൾ വിമർശിച്ചുകൊണ്ട് കമൻ്റ് ഇട്ടാലും അത് സക്സസ് ആണ്, അനുകൂലിച്ച് കമൻ്റ് ഇട്ടാലും അത് സക്സസ് ആണ്. അപ്പോൾ യൂട്യൂബിൽ വിചാരിക്കും, ഓ ഇത് നല്ലൊരു സംഗതിയാണ്, ഇത് ഇനിയും പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് വീണ്ടും പ്രൊമോട്ട് ചെയ്യും. അത് ഫേക്ക് ബെല്ലിയാണ് എന്നാണ് ഈ ജമിനി മാമൻ പറഞ്ഞത്. യൂട്യൂബാണ്, എനിക്കത് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഒരു റിപ്പോർട്ടാണ് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ദിസ് ലേഡി ഈസ് ഫേക്ക്. പിന്നെ രണ്ടാമത്, എത്ര മെയ് വഴക്കം ഉണ്ടെന്ന് പറഞ്ഞാലും ഈ ഒരു സമയത്ത് ഇതുപോലെ കാല് മേളിലോട്ട് വെച്ച് തലകുലുക്കി കളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിലെ മോഹൻലാൽ എൻ്റെ പിള്ളേരെ തുടർന്നടാന്ന് ചോദിച്ചുകൊണ്ട് കാലെടുത്ത് പൊക്കിയാണോ കടക്കത്തില്ലെന്ന്. നല്ല പാടാണ്. കാരണം പ്രഗ്നൻസി എന്താണെന്ന് ആ അവസ്ഥയിൽ കൂടെ പോയവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. സോ നല്ലത് പറയുക, നല്ല രീതിയിലുള്ള സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുക. നീ ഇത് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ തലയിലോട്ട് കയറാൻ വരുന്ന ദുരന്തങ്ങളെ അവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താല്പര്യമുള്ളവർ സ്വന്തം പെണ്ണുമ്പിളേക്ക് വയറ്റിലുണ്ടാക്കി കൊടുത്തിട്ട് അവളെ കൊണ്ട് കാലി മേളിലോട്ട് വെപ്പിച്ചിട്ട് കളിക്കാൻ പറയണം. അതാണ് അതിൻ്റെ ഒരു വഴി. അപ്പം ശരി, നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ജമിനിയെ കൊണ്ട് പറയിച്ചത്, ജമിനി പറയുമ്പോൾ പ്രശ്നം ഉണ്ടാവത്തില്ല, ഞാൻ പറയുമ്പോഴല്ലേ കുഴപ്പമുണ്ടാവുക. ഇനിയെല്ലാം നമ്മൾ ജമിനിയെ ഏൽപ്പിക്കുകയാണ്. ഇനി ജമിനിയാണ് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. എൻ്റെ പുതിയ ടാക്ടിക്സ് എങ്ങനെയുണ്ട്? നമ്മൾ എന്ത് ചെയ്താലും കോപ്പി അടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു വിഭാഗം മന്ദബുദ്ധികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നന്ദി, നല്ല നമസ്കാരം. അപ്പോൾ കമൻ്റ് ഇടാൻ മറന്നു പോകണ്ട. സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. നന്ദി.